ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ പഠിക്കാതിരുന്നപ്പോൾ ഒരു 11 മണിയൊക്കെ പഠിക്കാതിരുന്നപ്പോൾ അപ്പോൾ കുറച്ച് നേരം എന്തായാലും കുറേ പഠിക്കാനുണ്ട്. കാരണം എക്സാമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ മാസം 24-നാണ് എക്സാം സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ എക്സാമിന് അല്ലേ നമ്മളെല്ലാവരും പഠിക്കാനിരിക്കുള്ളൂ. കാരണം അതുവരെ എക്സാം ഇല്ലല്ലോ. എക്സാം ആകുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് കുറച്ച് എക്സാം ക്ലാസ് കേൾക്കലും പിന്നെ എന്താ പറയുക എക്സാമിൻ്റെ ഒരു എന്താ പറയുക ബ്ലോക്ക് വൈസായിട്ട് നമുക്ക് എത്ര പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ഉണ്ടെന്ന് ഈ വീഡിയോയിൽ. അപ്പോൾ അവസാനം വരെ എല്ലാവരും കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നും അതെങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്നുള്ളതും ദിവസം അനുസരിച്ച് എങ്ങനെയൊക്കെ പഠിക്കുക എന്നുള്ളതും ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഉണ്ടാകും. അപ്പം ഞാൻ 11 മണിയൊക്കെ ആയപ്പോൾ ഉമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ കുറച്ചൊക്കെ പോയി പഠിച്ചോ. എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ അമ്മമാരെന്നേക്കാറുള്ളത്. അപ്പോൾ ഈ കുറച്ചും പോയി പഠിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പഠിക്കാൻ വന്നിരുന്നതാണ്. അതിൽ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ കൂടെ ബേബിയുണ്ട്. ബേബിക്കോടെ നേരത്തിരുന്ന് കളിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ പഠിക്കണ കണ്ടാൽ ഓളെങ്ങനെയായാലും എൻ്റെ അടുത്ത് വരും. കാരണം നമ്മൾ മേലെ ഒരു താഴെയാണല്ലോ. അപ്പം എനിക്ക് എന്താ പരിപാടി എന്നറിയാൻ വേണ്ടി വന്നതാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും കൈ കൊടുത്തിട്ട് ക്ലാസ് കേൾക്കും. പഠിച്ചാൽ കഴിഞ്ഞില്ലെങ്കിൽ ആ ക്ലാസ് ഒന്ന് കേട്ടാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. കാരണം നമ്മൾ ഒറ്റയ്ക്കൊരു കാര്യം പഠിച്ചെടുക്കുക എന്നുള്ളത് കുറേ റിസ്ക്കുള്ള കാര്യം. ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിന് പോകാൻ കഴിയാത്തതുകൊണ്ട് എന്താ പറയുക ബേബിനെ വീട്ടിലാക്കി പോകുന്നതുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഇത്രയും റിസ്ക് വന്നത്. അപ്പോൾ ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഫസ്റ്റ് തൊട്ടേ ക്ലാസ് ഓരോന്ന് കേൾക്കണം. അങ്ങനെ ആകുമ്പോൾ കൂടെ ഉണ്ടാകുമ്പോൾ പഠിച്ചാൽ കഴിഞ്ഞില്ലെങ്കിലും ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്ത് ഓളെ അടുത്തിരിക്കലാണ് പണി. അങ്ങനെ ഓളെ അവിടെ ഇങ്ങനെ കളിച്ചിരിക്കും. പക്ഷെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഒരുവിധം നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം സമയമല്ല എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നതിലേറെ എത്രയോ നല്ലതല്ലേ നമ്മൾ എന്തുകൊണ്ടും കുറച്ച് നേരം പഠിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ക്ലാസ് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പം ഒരു എന്താ പറയുക മറ്റേ ഞാൻ രാവിലെ കുറച്ച് നേരം നോക്കിയത് സൈക്കോളജിയാണ്. ഇതിപ്പോൾ സോഷ്യോളജിക്കൽ തോട്ട്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ്. അങ്ങനെ അതൊക്കെ പുതിയ പുതിയ വിഷയങ്ങളാണ്. നമ്മൾ +1 +2 പഠിച്ച പോലെയല്ല. ഇതൊക്കെ ഡിഗ്രി സെക്കൻഡ് സെം എത്തിക്കണം. ഫസ്റ്റ് സെമ്മൊക്കെ ഒരുവിധം കഴിച്ചു തോന്നുന്നു. മാർക്കൊന്നും കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് പാസ്സാവണമെങ്കിൽ കൂടെ നമ്മൾ അത്രയ്ക്ക് റിസ്ക് എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഒന്ന് ജസ്റ്റ് പാസ് വരുള്ളൂ. കാരണം ക്ലാസ്സോ നോട്ട്സോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ക്ലാസ് ഉണ്ടെങ്കിൽ പോകാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. ആ ഡിസ്റ്റൻ്റ് ഉള്ളവർക്കും ശനിയായാലും ക്ലാസ് വെക്കുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. അതുപോലെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബേബിനെയും കൊണ്ട് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ റിസ്ക്കാണ്. പിന്നെ വീട്ടിലാക്കി പോകാൻ പറ്റിയ ഒരു സാഹചര്യമില്ല, വീട്ടിലാരും ഇല്ല. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് എന്താ പറയുക നമുക്ക് കൂടുതൽ സമയം എന്താ പറയുക ക്ലാസ് കേൾക്കുക ഓരോന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് കേട്ടോ. അങ്ങനെ ബേബിനായിട്ട് കുറച്ച് നേരം ക്ലാസ്സൊക്കെ കേട്ടിരുന്നു. അങ്ങനെ കുറച്ചധികം ക്ലാസ്സുകളുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഓരോന്നും കൂടുതൽ കോൺസെൻട്രേഷൻ ഞാൻ ഓക്കെ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനുണ്ട്. പക്ഷെ എന്നാലും ഓള് ഒരു വിധമൊക്കെ അടങ്ങി ഒതുങ്ങി എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അവിടെ നിന്നോളൂ. കുറച്ച് നേരം ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അപ്പം ഏറെക്കുറെ ക്ലാസ് കഴിഞ്ഞു. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത്
ഏതൊക്കെ ഭാഗങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കാം. 24-ാം തീയതിയാണ് ഏതൊക്കെ പാഠങ്ങളുണ്ട് പഠിക്കാൻ, എത്ര യൂണിറ്റ് ഉണ്ട്, എത്ര ചാപ്റ്റർ ഉണ്ട്, ഇതൊക്കെ ഒന്ന് ആദ്യം നോക്കി വെക്കാമെന്ന് കരുതി. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. അപ്പോൾ 24-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാകുമ്പോൾ ഫസ്റ്റത്തെ എക്സാം സൈക്കോളജിയിൽ വരുന്നത് എന്താ പറയുക, 6 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. 6 ചാപ്റ്റേഴ്സിലും 6 ബ്ലോക്ക് ഉണ്ട്. അതിൽ 6 ബ്ലോക്കിലും ഓരോ ബ്ലോക്കിലും 2 യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ 12 യൂണിറ്റ് ഉണ്ട് മൊത്തത്തിൽ നമുക്ക് പഠിക്കാൻ. 24 ഇന്ന് 7-ാം തീയതി ആണെങ്കിൽ 7-ാം തീയതി ആണെങ്കിൽ 24-ാം തീയതി വരെ നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സൈക്കോളജി അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്സാം വരുന്നത് 13-ാം തീയതിയാണ് കേട്ടോ. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 13-ാം തീയതി അല്ല, 31-ാം തീയതി. 31-ാം തീയതി ആയതുകൊണ്ട് തന്നെ അത് സോഷ്യോളജിക്കൽ തോട്ട്സ്. അത് നമുക്ക് ഇതേപോലെ തന്നെ 6 ബ്ലോക്ക് വരുന്നുണ്ട്. 6 ബ്ലോക്കിലും ഓരോ യൂണിറ്റ് വൈസ് വരുന്നുണ്ട്. അങ്ങനെ 12 ചാപ്റ്റർ. പക്ഷെ നമുക്ക് എന്താ പറയുക, 1 വീക്ക് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 7 to 24 സൈക്കോളജി വരുന്നതിൻ്റെ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുന്നിൽ നമ്മൾ സോഷ്യോളജി നോക്കിയാൽ മാത്രമേ നമുക്ക് രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ജസ്റ്റ് പാസ്സെങ്കിലും ആവാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.